വീണ്ടും നമ്മള് അവിടെ നിന്ന് നടന്നു വരുമ്പോ കാണുന്നത് ഇതെന്താണ്? എന്ത് സ്ക്വയർ മോനത്? ഇവിടെ 2-3 ഫൗണ്ടൈൻ ഉണ്ട്. ഇവിടെയാണ് ഈ മാർക്കറ്റ്, ക്രിസ്മസ് മാർക്കറ്റ് ഒക്കെ ഉണ്ടാകും. ഓക്കെ, ഒരു വലിയ സ്ക്വയറാണ് കേട്ടോ. യെസ്, അപ്പോൾ ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. ആൾക്കാരൊക്കെ കൂടിയിട്ടുണ്ട്. എനിക്കിത് കാണുമ്പോൾ ഓർമ്മ വന്നത് നമ്മൾ അന്ന് ഉക്രൈൻ പോയ സമയത്ത് നടത്തിയ യാത്രകൾ, അതിനെ പറ്റിയിട്ടുള്ള പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. മറയുന്ന കാഴ്ചകൾ, ദി ഉക്രൈൻ. ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ ഒരു രക്ഷയില്ലാന്ന് പറഞ്ഞാൽ ബുക്കിനെ പറ്റിയിട്ടും കൂടി പറയണ്ട. നിങ്ങൾക്ക് ഒരുപാട് ഉക്രൈനെ പറ്റിയുള്ള ഒരുപാട് അറിവുകളും സംഭവങ്ങളൊക്കെ കിട്ടും. ഒരു വളരെ പുതുമയുള്ള ബുക്കാണ്. കാഴ്ചയും വായനയും എല്ലാം കൂടി ചേർന്നൊരു ബുക്കാണ് കേട്ടോ. വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഞാൻ കണ്ട കാഴ്ചകളും ചരിത്രവും ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. അതപ്പോൾ തന്നെ നിങ്ങൾ കാണണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ QR കോഡ് സ്കാൻ ചെയ്താൽ നിങ്ങൾക്കത് കാണാനും പറ്റും എന്നുള്ളതാണ്. മലയാളത്തിൽ ഇത്തരത്തിലുള്ളൊരു ട്രാവൽ ബുക്ക് ഇറങ്ങിയിട്ടുണ്ടോ എന്നുള്ള സംശയമാണ്. പലരും നിങ്ങൾ വായിച്ചിട്ട് അഭിപ്രായം പറയുക. വലിയ വിലയൊന്നുമില്ല. ബസ് എവിടെ നിന്നാണ്? എവിടെ നിന്നാണോ? എന്നാൽ ബസ്സിൽ കയറിയോ? സത്യം പറഞ്ഞാൽ റോം നമ്മളിങ്ങനെ ഞെട്ടിപ്പിച്ചുകൊണ്ടിരിക്കുകയുണ്ടോ. ബസ്സിൽ കുറച്ച് ദൂരം യാത്ര ചെയ്ത് നമ്മളത് കൊളോസിയം കാണാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റോപ്പിൽ ഇറങ്ങിയതാണ്. അപ്പോൾ കാണുന്ന കാഴ്ചകളാണ് കേട്ടോ. ഇതേ കണ്ടില്ലേ? വിക്ടോറിയ ഇമ്മാനുവൽ രണ്ടാമൻ എന്ന ഒരു ചക്രവർത്തിയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് പണിതിരിക്കുന്നതാണ് കേട്ടോ. പഴയ കാലത്തെ സംഭവങ്ങളൊക്കെ തന്നെ വലിയ മതിൽക്കെട്ടുകളൊക്കെ കെട്ടിയും മറ്റൊക്കെ സംരക്ഷിച്ചിട്ടുണ്ട്. ഒന്നും നശിക്കാൻ വിട്ടിട്ടില്ല. അത് സത്യം പറഞ്ഞാൽ ഇവിടെ എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. എത്ര ഫോട്ടോ എടുത്താലും മതിയാവില്ല കേട്ടോ. എന്താണ്, ഞാൻ റോമെന്നൊക്കെ പറഞ്ഞപ്പോൾ ചില ഏരിയകളിൽ പോയാൽ ചില സംഭവങ്ങൾ കാണാനുണ്ടാകുന്ന പ്രതീക്ഷിച്ചത്. സത്യം പറഞ്ഞാൽ ക്യാമറ ഓഫ് ചെയ്യാൻ പറ്റില്ല. സ്വിറ്റ്സർലൻഡിൽ പോയ സമയത്ത് ചില ഗ്രാമങ്ങളിലും മറ്റൊക്കെ ആണെങ്കിൽ ഇവിടെ എന്ന് പറഞ്ഞാൽ നഗരത്തിലും എവിടെയും നമുക്ക് ക്യാമറ ഓഫ് ചെയ്യാനുള്ള അവസരമില്ല. കാരണം അതിന് മാത്രം കാഴ്ചകളാണ്. അവിടെ 2 ഭടന്മാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. നമ്മൾ ഇന്ത്യ ഗേറ്റിൻ്റെ അവിടെയൊക്കെ അവർ നിൽക്കുന്നില്ല. അതുപോലെ തന്നെ അവിടെ നമ്മുടെ നാട്ടിലെ അമര ജവാന്മാർക്ക് വേണ്ടിയിട്ട് അവിടെ ഒരു തീ കെടാണ്ട് നമ്മൾ കത്തിച്ചിട്ടുണ്ട്. ഇവിടെ അത്തരത്തിലുള്ളതൊക്കെ കത്തുന്നുണ്ട്. ഒരുപാട് ഡിഫറൻ്റ് ആയിട്ടുള്ള സ്റ്റാച്യൂസ് എല്ലാം അവിടെ കാണാൻ പറ്റും. ഓരോന്നിൻ്റെ പിന്നിലും ഒരുപാട് കഥകൾ കാണുമായിരിക്കണം. പണ്ട് ഇറ്റലിയിൽ നിന്ന് കൊണ്ടുവന്ന മാർബിൾ വെച്ച് പണിതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതും ഓൾമോസ്റ്റ് മാർബിൾ തന്നെയാണ് നമ്മൾ കാണുന്നത് കേട്ടോ. അവിടെ വീണ്ടും മുന്നോട്ട് വരുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകൾ നോക്കിയേ. ഇവിടെ വളരെ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ആധുനിക കാലഘട്ടത്തിലും എന്ന് വെച്ചാൽ ഇത്രയധികം ട്രെയിനുകൾ, ഭൂമിയുടെ അടിയിലും മുകളിലൊക്കെ ട്രെയിനുകളും വിമാനങ്ങളും നല്ല തിരക്കുള്ള നല്ല റോഡുകളൊക്കെ ഉള്ള കാലഘട്ടത്തിലും ഇവരുടെ പഴമ, അതായത് ഇവരുടെ ചരിത്രം ഇവരങ്ങനെ തന്നെ സംരക്ഷിച്ചേക്കാണ്. എവിടെയൊക്കെ ഉണ്ടോ അതൊക്കെ നല്ല രീതിയിൽ കെട്ടി സംരക്ഷിച്ചേക്കാണ്. ജനങ്ങൾക്ക് കയറി കാണാൻ പറ്റാത്ത സംഭവങ്ങൾ കാണാവുന്ന രീതിയിലേക്ക് ആക്കിയിട്ടുണ്ട്. അല്ലാത്തതെല്ലാം അങ്ങനെ തന്നെ ചെറു കല്ലുകൾ പോലും അവർ ആ കോമ്പൗണ്ടിൽ വെച്ചിട്ട് അത് കെട്ടി സംരക്ഷിച്ചിട്ടുണ്ട്. പുറത്തുനിന്ന് നോക്കി നമുക്ക് കാണാവുന്ന രീതിയിൽ തന്നെ അത്തരം കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഓരോ കല്ലിനും എന്തുമാത്രം ചരിത്ര കഥകൾ പറയാനുണ്ടായിരിക്കും.
റോമ സാമ്രാജ്യത്തിൻ്റെ ശേഷിപ്പുകളാണ് കേട്ടോ നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. തകർന്നടിഞ്ഞ റോമ സാമ്രാജ്യത്തിൻ്റെ ശേഷിപ്പുകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ മാത്രമല്ല കേട്ടോ, മൊത്തത്തിൽ ഒരുപാട് ഏരിയകളിൽ പരന്ന് കിടക്കുന്നതാണ്. പക്ഷെ അതിൻ്റെ ഒരു ചെറിയൊരു പാർട്ട് മാത്രം, പക്ഷെ വല്ലാത്തൊരു കാഴ്ച തന്നെയാണ് കേട്ടോ. ഇവിടെ ചരിത്രം കൂടി ഇവരിവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, കാലഘട്ടങ്ങളൊക്കെ. അപ്പോഴാണ് നമുക്കിതിൻ്റെ പ്രാധാന്യം മനസ്സിലാവുന്നത്. ഇവിടെ നിന്ന് ഇനി മുന്നോട്ട് നടക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം കൊളോസിയം. ഇത് കണ്ടില്ലേ, വലിയ ഒരു കാഴ്ചയാണത്. ഇവിടെ നിന്നങ്ങ് കാണാം. നിങ്ങൾക്ക് നോക്കിയേ, ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. നടന്ന് നമ്മളങ്ങനെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള കൊളോസിയം കാണാനായിട്ട് എത്തിയിരിക്കുകയാണ് കേട്ടോ. കൊളോസിയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അറിയാത്തവരാരും തന്നെ ഉണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഗ്ലാഡിയേറ്റർ സിനിമ ഓസ്കാർ അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞാൽ അതിനകത്ത് കൃത്യമായിട്ട് ഈ കൊളോസിയത്തിനെ കുറിച്ചും മറ്റൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പം മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ലോകത്ത് നമ്മൾ കണ്ട് അതിശയിച്ച് നിന്നിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ ഒരു ടെക്നോളജിയും ഇല്ലാതെ എങ്ങനെ നിർമ്മിച്ചു എന്നുള്ളതൊരു ചോദ്യചിഹ്നമാണ്. ഇതിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ 189 മീറ്റർ, അതായത് 620 അടി നീളവും 156 മീറ്റർ, അതായത് 512 അടി വീതിയും 48 മീറ്റർ, അതായത് 157 അടി ഉയരവുമുള്ളതാണ് ഇത് ഈ ബിൽഡിംഗ് കേട്ടോ. ഇതിന്റെ ഒരു പ്രൗഢി കാണുമ്പോൾ തന്നെ അറിയാം ആ റോമ സാമ്രാജ്യത്തിന്റെ പ്രൗഢി എന്താണെന്നുള്ളത്. ഇന്ന് ഇതേ പ്രൗഢിയാണെങ്കിൽ ആ കാലഘട്ടത്തിൽ എന്തായിരുന്നു ഇരിക്കാം, ഒന്ന് ആലോചിച്ച് നോക്കിയേ. മറ്റൊരു അത്ഭുതം എന്ന് പറഞ്ഞാൽ AD 72 മുതൽ 80 വരെയുള്ള കാലഘട്ടത്തിലാണ് ഇത് നിർമ്മിച്ചത് എന്നുള്ളതാണ്. ഇവിടെ സംഗീത പരിപാടികളും മറ്റും മാത്രമല്ല, ഇവിടെ പൊതുവധശിക്ഷകളും ഒക്കെ ഇവിടെ നടത്തിയിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഗ്ലാഡിയേറ്ററിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ശക്തമായിട്ടുള്ള യുദ്ധവും കാര്യങ്ങളൊക്കെ, അതൊക്കെ ഇവിടെ നടന്നിരുന്നതാണ് എന്നുള്ളതാണ്. ഒരു സിനിമയ്ക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തല്ല, അത്തരത്തിലുള്ള ഒരുപാട് AD 72 80കളിൽ ഇത് നിർമ്മിച്ചതെങ്കിൽ പിന്നീട് മുന്നോട്ടുള്ള കാലഘട്ടങ്ങളിൽ റോമ സാമ്രാജ്യത്തിന്റെ ഏറ്റവും നല്ല സമയങ്ങളിലെല്ലാം തന്നെ ഇതൊരു പ്രധാന കേന്ദ്രമായിരുന്നു എന്നുള്ളതാണ്. 50,000 പേർക്കാണ് ഇവിടെ ഇരുന്നിട്ട് ഈ പ്രോഗ്രാംസ് ഒക്കെ കാണാൻ സാധിക്കും എന്നുള്ളതാണ് കേട്ടോ. ഇത് കാണുമ്പോൾ നിങ്ങൾ പരമാവധി ഗ്ലാഡിയേറ്റർ സിനിമ ഒന്ന് കാണണം. ഗ്ലാഡിയേറ്ററിൽ മാത്രമല്ല, ഒരുപാട് സിനിമകളിൽ ഇത് വന്നിട്ടുണ്ട്, ഒരുപാട് പരസ്യ ചിത്രങ്ങളിൽ ഇത് വന്നിട്ടുണ്ട്. ഇത് അത്തരത്തിലൊരു ലോക പ്രശസ്തമാണ്. ഇതിന് മുന്നിൽ നിന്നുള്ളൊരു ഫോട്ടോ മതി നമ്മൾ ഏത് രാജ്യത്താണ് എവിടെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട്. ഇപ്പോൾ ബുർജ് ഖലീഫയുടെ മുമ്പിൽ നിന്നുള്ളൊരു ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ഏതൊരാൾക്കറിയാം ദുബൈയിലാണെന്നുള്ളത്. അതുപോലെ തന്നെയാണ് ഇതിന്റെ കാര്യം. പക്ഷെ ഇതിന്റെ ഒരു ചെറിയൊരു മിനിയേച്ചർ എവിടെയുണ്ട്, നമ്മുടെ തായ്ലൻഡിലുണ്ട്. അവിടെ നമ്മൾ അൽക്കസാർ ഷോ പോലെ തന്നെ മറ്റൊരു ഷോ ഉണ്ട്, കൊളോസിയം ഷോ. അപ്പോൾ ഇനി ഞാനത് തായ്ലൻഡ് പോകുന്ന സമയത്ത് അതും ഇതിനകത്ത് ഉൾപ്പെടുത്താട്ടോ. അപ്പോൾ 1.5 കാഴ്ചകളിലൂടെയും അനുഭവങ്ങളിലൂടെയൊക്കെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മൾ ഈ കൊളോസിയം കണ്ട് നടക്കുമ്പോൾ തന്നെ അതിനടുത്തായിട്ട് വലിയൊരു ആർക്ക് നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരത്തിലൊന്ന് നമ്മൾ പാരീസിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊരു യുദ്ധ സ്മാരകമാണ്. AD 315 ഇത് നിർമ്മിച്ചതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമ്മുടെ കൊളോസിയത്തിന്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. ഇത് കാണാൻ വരുന്നവർക്ക് ഇത് രണ്ടും കണ്ടുപോകാം. ഒരുപാട് ചരിത്രങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ AD 315 ഇത്തരത്തിലുള്ള ഒരു നിർമ്മിതി എന്ന് പറഞ്ഞാൽ അതും അതിശയം ജനിപ്പിക്കുന്നതാണ്. കാരണം കൊളോസിയം പണിതിരിക്കുന്ന പോലെയല്ല
ഇതിൻ്റെ നിർമ്മാണ രീതി. കൊളോസിയത്തിൻ്റെ കാലഘട്ടം എന്ന് വെച്ചാൽ അതിനും വളരെ മുമ്പിലാണെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. കണ്ടു, ഇതാണ് ആ പഴയ രീതിയാണ് ഈ കാണുന്നത്. നേരെ മറിച്ച് പുതിയ രീതിയിൽ പണിതെടുത്തേക്കണം നോക്കിയേ, വളരെ പെർഫെക്റ്റ് ആയിട്ട്. അത് രണ്ടും കാണുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് അകത്തേക്കുള്ള പ്രവേശനമൊന്നുമില്ല, നേരത്തെ തന്നെ ടിക്കറ്റ് എടുക്കണം. അപ്പോൾ പിന്നെ വലിയ രീതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുകയാണ് കേട്ടോ. ഒരുപാട് ചരിത്രങ്ങൾ പറഞ്ഞ് ഞാൻ നിങ്ങളെ ബോറടിപ്പിച്ചിട്ടില്ല. കൃത്യമായിട്ട് പറയേണ്ടതായിട്ടുള്ള കാര്യങ്ങളും പിന്നെ നമ്മുടെ ഫീലിങ്സും വിശേഷങ്ങളൊക്കെയാണ് പറഞ്ഞു പോയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഒരുപാട് എഫോർട്ട് എടുത്ത് തയ്യാറാക്കുന്ന വീഡിയോസാണ്. വരും ദിവസങ്ങളിൽ നമ്മൾ പുതിയ സ്ഥലങ്ങളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ എല്ലാ പ്രേക്ഷകരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാ പ്രേക്ഷകരും ഒന്ന് ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇപ്പോഴത്തെ യൂട്യൂബിൻ്റെ അൽഗോരിതമൊക്കെ മാറി വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളൊരു വീഡിയോ കണ്ട് എന്നുള്ള കാരണം കൊണ്ട് അത് നാളെ നിങ്ങളിലേക്ക് സജഷനിലേക്ക് എത്തില്ല. നിങ്ങളൊരു ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇനിയും നമ്മൾ തയ്യാറാക്കുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് എത്തും. തീർച്ചയായിട്ടും നമ്മുടെ ഈ ചാനലിന് വേണ്ടി നിങ്ങൾ ചിലവഴിക്കുന്ന ഓരോ മിനിറ്റും നിങ്ങളിലേക്ക് പുതിയ അറിവുകളും പുതിയ കാഴ്ചപ്പാടുകളും തരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. പരമാവധി അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്താം കേട്ടോ. ഗ്ലാഡിയേറ്റർ ഫിലിം ഞാൻ ഒരു 6-7 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. എൻ്റെ സംബന്ധിച്ചിടത്തോളം വളരെ ടച്ചിങ് ആയിട്ടുള്ളൊരു ഫിലിമായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ വല്ലാത്ത ഒരു ഫീലിങ്സും ഉണ്ട്. എത്രമാത്രം ജീവനുകൾ പൊലിഞ്ഞ ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നതെന്ന് വെച്ചാൽ എന്തായിരിക്കും അവരുടെ ആ സമയത്തുള്ള വികാരങ്ങൾ. പൊതുവധശിക്ഷകൾ മാത്രമല്ല, ഒപ്പം തന്നെ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഈ എന്താ പറയുക ഫൈറ്റുകളും സംഭവങ്ങളും ചിന്തിക്കാൻ പറ്റില്ല. അതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഇതിൻ്റെ ഒരു കൗതുകം പോലെ തന്നെ ഉള്ളിൽ അത്തരം ഫീലിങ്സും കയറി വന്നു എന്നുള്ളതാണ് കേട്ടോ. കൊളോസിയത്തിന് ഇത്രയും കാഴ്ചകൾ കണ്ടപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഒരു പക്ഷേ ഇതിന് മുമ്പ് യാത്ര ചെയ്തവരുണ്ടായിരിക്കും. നിങ്ങൾക്ക് എന്ത് തോന്നി എന്നുള്ളതും ഗ്ലാഡിയേറ്റർ സിനിമ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി എന്നുള്ളതൊക്കെ കണ്ടവർ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം. ഒരുപാട് കാര്യങ്ങൾ അറിയാനായിട്ട് ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും ഇറ്റലിയിലേക്ക് ഇനിയും വരും. കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല ഇറ്റലി, പ്രത്യേകിച്ച് റോമിൽ തന്നെ ഇന്ന് രാവിലെ മുതൽ ഉള്ളത് ഈ ക്യാമറ ഓഫ് ചെയ്യാനായിട്ട്. ഞാൻ ഇത്രയും രാജ്യങ്ങൾ യാത്ര ചെയ്തതിൽ എൻ്റെ ക്യാമറയ്ക്ക് അല്പം പോലും വിശ്രമമില്ലാതെ നിന്നൊരു ദിവസമാണ് നിന്ന്. അതിന് മാത്രം കാഴ്ചകളാണ് റോമിൽ നിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്.